خادم الحرمين الشريفين مولى وولي الأمر وولي العهد مولاك ومولنا اللهم أيدنا وإياهم بتأييدك يا الله اللهم وفقنا وإياهم لما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഖലീൽ ബുഖാരി ദുആ ചെയ്യുന്നു നോക്കൂ നിങ്ങൾ. ഹജ്ജിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്? ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ സൽമാൻ രാജാവിന് വേണ്ടിയിട്ട്, അതുപോലെ വലിയുൽ അഹദിന് മുഹമ്മദ് ബിൻ സൽമാന് വേണ്ടിയിട്ട് ദുആ ചെയ്യാണ്. അവരാരാ? സഹോദരങ്ങളെ, ശക്തരായ മുജാഹിദ് ആദർശക്കാരല്ലേ? വഹാബി ആദർശക്കാരാണ് അവര്. ആർക്കെങ്കിലും വല്ല തർക്കമുണ്ടോ? സൽമാൻ രാജാവിന്റെ ഒക്കെ എത്രയോ പ്രഭാഷണങ്ങൾ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന ആശയത്തിന് ഊർജം നൽകുന്ന പ്രഭാഷണങ്ങൾ, അതുപോലെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, സൗദി ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തിയായിരുന്ന ഷേഖ് ബിൻ ബാസിന്റെ ഫതാവയുടെ 2ാം വാല്യത്തിൽ കേരളത്തിലെ മുജാഹിദ് നേതാവായ വെളിയങ്കോട് ഉമർ മൗലവിയുടെ ലേഖനത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ ഇവർ പറയുന്നതാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും. ആ ടെക്സ്റ്റ് ഇതിന്റെ തൊട്ട് താഴെ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പൊ എന്നിട്ടോ, നാട്ടിലുള്ള മുജാഹിദ് പ്രവർത്തകരോട് സലാം പറയാൻ പാടില്ല. മാത്രല്ല, ഈ തങ്ങളുടെ വീടിന്റെ അടുത്തൊരു മുജാഹിദ് പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴി ഇയാൾ അടച്ചിരിക്കുക. അയാളുടെ സ്ഥലത്തേക്കുള്ള റോട്ടിലൂടെ നമ്മൾ പോകുമ്പോ ആ മനുഷ്യന്റെ, പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് വാഹനം പോകാനുള്ള വഴി ഇയാളുടെ റോട്ടിലൂടെയാ. ആ റോട്ടിൽ ഇയാൾ എന്താ ചെയ്തിക്കണെന്ന് അറിയോ? അവിടെ വഴി അടച്ചിക്ക്. ആ റോട്ടിൽ നിന്ന് ഇയാളെ വീട്ടിലേക്ക് കയറുന്ന വഴി ഇയാൾ ഇല്ലിമുള്ളിട്ട് അടച്ചു ആദ്യം. മനസ്സിലായില്ലേ? അപ്പൊ ഒരു മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല, അവന് വഴി കൊടുക്കാൻ പാടില്ല, ഒരു ബന്ധവും പാടില്ല എന്ന് പറയുന്ന ഈ തങ്ങള് മുജാഹിദിന്റെ സമുന്നതരായ നേതാക്കൾക്ക് വേണ്ടി ഹജ്ജിലിരുന്ന് ദ്വാ ചെയ്യണ നോക്കാണിങ്ങള്. ഇതാണ് മൊയ്ലിയാര് എന്ന് പറയുന്ന സാധനം, സമസ്ത മൊയ്ലിയാര്. കണ്ടകള്? ഇല്ലെങ്കിൽ നിങ്ങൾ ഇയാളെ നാട്ടിൽ പോയി അന്വേഷിച്ചു നോക്കും. ഞാൻ പേര് പറഞ്ഞുതരാ. സലീം ചാലിം എന്ന് പറയുന്ന ഇയാളെ വീടിന്റെ അടുത്താണ് ഒരു മുജാഹിദ് പ്രവർത്തകൻ. അവന്റെ വീട്ടിലേക്ക്, ഇയാളുടെ ഒരു പറമ്പിലേക്ക് പോണ വഴിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ആ റോഡ്, ഇയാളുടെ പറമ്പിലേക്ക് റോഡുണ്ട്. ആ റോഡ് കൂടെ ഈ സലീമിന്റെ വീട്ടിലേക്ക് വണ്ടി കയറ്റാൻ പറ്റൂല. അവിടെ ഇയാൾ അടച്ചിരിക്കുകയാണ്. എന്താ കാരണം? മുജാഹിദായതിന്റെ പേരിൽ. എന്നാ ഇതേ ഇയാള് മുജാഹിദായ സൽമാൻ രാജാവിന് വേണ്ടിയും വലിയുൽ അഹദിന് വേണ്ടിയിട്ടും നെഞ്ച് പൊട്ടി ദ്വരക്കുണ്ട്. കടകള് ഇതിന്റെ ഒക്കെ ഇരട്ടത്താപ്പ്. പരലോകം എന്ന് പറഞ്ഞൊരു പരിപാടിന്റെ അവിടെ വെച്ച് കാണാവരൊക്കെ നമുക്ക്. ഇനി ഞാൻ ഇതിന്റെ തൊട്ട് താഴെ സൗദി ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തി മുജാഹിദ് നേതാവായ വെളിയങ്കോട് ഉമർ മൗലവിയെ പറ്റി പറഞ്ഞ ആ ലേഖനത്തിന്റെ തൊട്ട് താഴെ കിട്ടുകയാണ്. ഇനി ഇതിന്റെ അർത്ഥം അറിയാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് ഞാൻ ഇതൊന്ന് പറഞ്ഞു തരാം. മൗലവിമാരെ സംബന്ധിച്ചിടത്തോളം സത്യം കണ്ട മുണ്ടാതെ കണ്ണടച്ചിരിക്കും. എന്നിട്ട് പൂച്ച പാല് കട്ടുടിക്കുന്ന പോലെ കണ്ണ് ചിമ്പി കുടിക്കുകയും ചെയ്യും. കണ്ടോ? ഈ സൗദി ഗവൺമെന്റിന്റെ, ഈ രാജഭരണത്തിന് കീഴിലുള്ള ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തി അദ്ദേഹത്തിന്റെ ഫതാവയിൽ കൊടുക്കുന്നത് എന്താ അറിയോ? ഇതാ കേട്ടോളി. അദ്ദേഹം പറയാണ്, വെളിയങ്കോട് ഉമർ മൗലവിനെ പറ്റിയാണ് പറയുന്നത്, മുജാഹിദിന്റെ കുരുമൂത്ത നേതാവിനെ. എന്താ പറയുന്നത്? മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം ഇതാ. പിന്നെ ഷേഖ് ബിൻ ബാസ് പറയാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ബഅസഹുല്ലാഹു റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇല്ലാ യൗമിദ്ദീൻ വബഅദു. അദ്ദേഹം പറഞ്ഞതരോ, ഫഖദ് ഇത്തലഅതു, എഴുതി വെച്ചോളി മൂല്യമാര്. ഫഖദ് ഇത്തലഅതു, ഞാൻ എത്തി നോക്കി, ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. എന്തിന്റെ മേൽ? അലൽ കലിമത്തില്ലത്തി കതബഹാ അഖൂനാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങളുടെ സഹോദരൻ എഴുതിയ വാക്ക് കലിമത്ത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ഞങ്ങളെ അള്ളാന്റെ മാർഗത്തിലുള്ള ഞങ്ങളുടെ സഹോദരൻ. മനസ്സിലായോ? കേരളത്തിലെ മുജാഹിദ് നേതാവിനെ പറയുന്നത്. വെളിയങ്കോട് ഉമർ മൗലവിനെ അറിയാത്തോലില്ലല്ലോ. മക്കത്ത് ഉമർ തറാവി 20 ആക്കിയെങ്കിൽ
വെളിയങ്കോട്ട ഉമർ 8 എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കലുണ്ടല്ലോ. ആ ഉമർ മൗലവിനെയാണ് പറയുന്നത്. സൗദി ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തി അദ്ദേഹത്തിന്റെ ഫതാവയുടെ 2ാം വാല്യത്തിലെ 2ാം പേജിൽ കൊടുക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? അള്ളാന്റെ മാർഗത്തിലുള്ള ഞങ്ങളുടെ സഹോദരൻ ആരാണത്? അൽ അല്ലാമത്തു ശൈഖ് ഉമർ ബിൻ അഹ്മദുൽ മലൈബാരീൻ. ഉമർ ബിൻ അഹമ്മദുൽ മലൈബാരീൻ. മലൈബാരി എന്ന് പറഞ്ഞാൽ ആരാ? മലബാറുകാരൻ. അഹമ്മദിന്റെ മകൻ ഉമർ, അതായത് വെളിയങ്കോട് ഉമർ മൗലവിനെ. മനസ്സിലായണ്ട? അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് വിശദീകരിച്ചതിന് നമ്മൾ പരിശോധിച്ചു നോക്കി. ശരിക്ക് കേട്ടോളി. എന്നിട്ട് പറയാ, ഫീ മഅന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാന്റെ അർത്ഥത്തിൽ മഹാനവറുകൾ എഴുതിയത് നമ്മൾ നോക്കി. വഖദ് തഅമ്മൽതു, തീർച്ചയായും നാം ചിന്തിച്ചു, ശരിക്കും അത് നോക്കി മനസ്സിലാക്കി. മാ ഔളഹു ഫളീലതുഹു, മഹാനായ ബഹുമാനപ്പെട്ടവർ വ്യക്തമാക്കിയതിന് നമ്മൾ ശരിക്കും ആലോചിച്ചു. ഫി അഖ്വാലിൽ ഫുറൂഖി സലാസി ഫി മഅനഹാ, ലാ ഇലാഹ ഇല്ലല്ലാന്റെ അർത്ഥം പറയുന്നിടത്ത് 3 ഗ്രൂപ്പുകളായി അർത്ഥം പറയുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ വെളിയങ്കോട് ഉമർ മൗലവി പറഞ്ഞ അർത്ഥം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. വഹാദാ ബയാനുഹ, ഞാനിതാ മൂപ്പരാ പറഞ്ഞത് ആ വിശദീകരണം ഇതാ താഴെ. ഒന്നാമത്തെ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാന്റെ അർത്ഥം എന്താണ്? തൗഹീദ് ഒറിജിനൽ എന്താണ്? വെളിയങ്കോട് ഉമർ മൗലവി പറഞ്ഞതാണ്. സമസ്തക്കാരൻ പറഞ്ഞാണെന്നല്ല പറയുന്നത്. എന്താണ് ഒന്നാമത്? അൽ-അവ്വലു ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാന്റെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം എന്താ? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അല്ലാഹയല്ലാതെ മറ്റാരുമില്ല എന്നാണ്. അസ്സാനി, രണ്ടാമത്തത് ലാ മുതാഅ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ അനുസരണത്തിന് അർഹനായ ആരുമില്ല എന്നാണ്. അസ്സാലിസു, മൂന്നാമത്തേത് ലാ റബ്ബ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഒരു റബ്ബില്ല എന്നാണ്. ഇങ്ങനെ 3 രൂപമുണ്ട്. അതായത് 3 കൂട്ടർ ഇങ്ങനെ 3 രൂപത്തിൽ അർത്ഥം പറയുന്നുണ്ട്. എന്നാൽ വസ്വവാബു, ഈ 3 അർത്ഥങ്ങളിൽ സത്യസന്ധമായ അർത്ഥം ഹുവൽ അവ്വലു, ഒന്നാമത്തെ അർത്ഥമാണ്. അതായത് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നാണ്. ഏതുപോലെ കമാ ഔളഹു ഫളീലതുഹു, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ മൗലവി വ്യക്തമാക്കിയതുപോലെ. മനസ്സിലായോ? വഹുവ അല്ലദീ ദല്ല അലൈഹി കിതാബുല്ലാഹി സുബ്ഹാനഹു ഫീ മവാളിയ മിനൽ ഖുർആൻ. വെളിയങ്കോട് ഉമർ മൗലവി വ്യക്തമാക്കിയതാണ് അല്ലാഹു അവന്റെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ ആശയം. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്തൊക്കെയാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ ഉള്ളത്? ഉമർ മൗലവി പറഞ്ഞതിന് രേഖയായിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന്, മഹാനവറുകൾ പറയാണ്, സൗദിയുടെ ചീഫ് മുഫ്തി വരാണ് മിത്ല ഖൗലിഹി സുബ്ഹാന ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത്, വ ഖൗലിഹി അസ്സ വജല്ല വ ഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു എന്ന ആയത്ത്, വ ഖൗലിഹി സുബ്ഹാന വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന ആയത്ത്, വ ഖൗലിഹി സുബ്ഹാന ദാലിക ബിഅന്നല്ലാഹു വൽ ഹഖ് വ അന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ എന്ന ആയത്ത്. ഇങ്ങനെ ഉമർ മൗലവി പറഞ്ഞ ആശയം ശരിയാണ് എന്നതിന് സൗദി ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തി 3 ആയത്തുകൾ തെളിവുദ്ധരിച്ചു കൊണ്ടാ പറയുന്നത്. ഉമർ മൗലവി പറഞ്ഞത് ശരിയാണ്, അവരുടെ തൗഹീദാണ് ശരി എന്ന് കേരളത്തിലെ മുജാഹിദ് നേതാവിനെ വാനോളം ഉയർത്തി പറയുകയാണ് ആര്? ആ ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തി. ആ ചീഫ് മുഫ്തിയെ നിയോഗിച്ച രാജാക്കന്മാരെയാണ് ഇവിടെ ഖലീൽ തങ്ങൾ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഒരു മുജാഹിദുകാരൻ കേരളത്തിലുണ്ടെങ്കിൽ അവന്റെ വീട്ടിലേക്ക് വഴി തടയണം, ഓനോട് സലാം പറയരുത്, അവനെ കണ്ട മിണ്ടരുത്, ഓന്റെ പള്ളി കയറരുത് എന്ന് പറയുന്ന ഖലീൽ തങ്ങൾ വിതുമ്പി ദ്വേർക്കാണ് ഈ മുജാഹിദിന്റെ കുരുമൂത്ത നേതാക്കന്മാർക്ക്. ഇവരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കി ഇനി എന്താ കൂട്ടരെ നിങ്ങൾക്ക് വേണ്ടത്?
ഞാൻ ഈ പറയുന്നത് ജീവിക്കുന്ന തെളിവാ. ഇപ്പൊ നിങ്ങൾ പോയി നോക്കൂ, ചാലിയത്ത് പോയി നോക്കൂ, നിങ്ങൾ കടലോണ്ടി പോയി നോക്കൂ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ രണ്ട് രേഖയും ഒരാളുടെ വീട്ടുകളെ വഴി അടഞ്ഞു കിടക്കുക. എന്താ അയാൾ മുജാഹിദായതിന്റെ പേരിൽ. ഇപ്പൊ നിങ്ങൾ പോയി നോക്കി, അവിടെ ഇന്ന് കേൾക്കുന്ന ആളുകൾ അവിടെ പോയി നോക്കി. ഞാൻ കള പറയല്ല. ഇതാണ് മുസ്ലിയാമാര് എന്ന് പറയുന്ന സാധനങ്ങൾ. എന്നിട്ട് നാട്ടിലെന്താ പറയല്? സൗദി അറേബ്യയിലെ മുജാഹിദുകൾ, നമ്മളെ നാട്ടിലെ മുജാഹിദുകൾ അതൊക്കെ ഒന്നും രണ്ടും രണ്ടാണ്. സൗദി അറേബ്യത്തത് മുജാഹിദൊന്നും അല്ല, ഓരൊക്കെ നമ്മളെ സുന്നത്തമാത്തൊക്കെ കൊണ്ടിറക്കുന്ന ആൾക്കാരാണെന്നാ പറയല്. അല്ലെ, നോണ പറയും മൗലിയമാര്. നാട്ടിയ മുസ്ലിയാര് പറയലുണ്ട്, തൊള്ള പൊളിച്ചാ ഈ മൗലിയമാര് ഭക്ഷണം കഴിക്കാനും നോണ പറയാനുമാണ്. ഒരു വിഭാഗം മൗലിയമാരെ പറിച്ച്, ഒരു വിഭാഗം എന്താണ് AP ഗ്രൂപ്പിനെ പറ്റി നാട്ടിയ മുസ്ലിയാര് പറഞ്ഞതാ. പക്ഷെ ഞാൻ ഇത്രയും ഗൗരവമായിട്ട് പറയാൻ കാരണം എന്താ പറയുക, ദീന് പൊളിക്കണ പണിയാണല്ലോ ഈ ദീൻ സ്ഥാപിക്കേണ്ട മനുഷ്യന്മാർക്ക്. ഇവർക്കൊക്കെ ജനങ്ങൾ തിന്നാൻ കൊടുത്ത് കിതാബ് ബോധിപ്പിച്ചത് എന്തിനാ? ദീനിനെ സഹായിക്കാനാ. ദീനിനെ സഹായിക്കേണ്ടതിന് ബദൽ ദീൻ പൊളിക്കുക, പാവപ്പെട്ട മനുഷ്യന്മാരെ വയ്യ തടയുക, ജനങ്ങൾക്കിടയിൽ കുടുംബ ബന്ധങ്ങൾ തകർക്കുക, മിണ്ടരുത്, പോവരുത്, മുജാഹിദാണ് അവന്റെ വീട്ടിൽ പോവരുത്, അവനോട് സലാം പറയരുത്, 25 കൊല്ലായാലും 100 കൊല്ലായാലും കുഴപ്പമില്ല, പോവരുത്, മാറി നിന്നോളണം, സലാം പറയരുത്, മടക്കരുത് എന്ന് പറയാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് മക്കത്തും മദീനത്തും സൗദി അറേബ്യയിലും ഹറമിൽ ഇമാമിക്കണ ആളാരാ? ഈ ആശയക്കാരനായ ഇമാമല്ലേ. മദീനത്ത് ഇമാമിക്കണ ആളാരാ? മീനയിൽ ഇമാമിക്കണ ആളാരാ? ഇവിടെ ഒക്കെ ഇമാമിക്കണ മുജാഹിദികൾ. എന്നിട്ട് ഓലെ തൊട്ട് നിൽക്കുക, എന്നിട്ട് ഓർക്ക് വേണ്ടി ദ്വാരിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം ഓലോട് മിണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല. കുറച്ച് ആൾക്കാര് എന്താലേ തലന്റെ ഉള്ളിൽ ചോറുണ്ടായിട്ടും ചേറാക്കി കൊണ്ടിടക്കാന്ന് ഇതിനെപ്പറ്റി പറയാൻ പാടുള്ളൂ. മാത്രമല്ല, നോക്കൂ സഹോദരങ്ങൾ, ഈ ഫോട്ടോ മഹാനായ ഷെയ്ഖ് ബിൻ ബാസിന്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ് ആര്? സൽമാൻ രാജാവ്. ഇപ്പോ ഈ ഖലീല് ദുആ ചെയ്തല്ലോ സൽമാൻ രാജാവിന് വേണ്ടി. ആ സൽമാൻ രാജാവ് എവിടെയാണ് പോയി നിൽക്കുക നോക്കി? ഷെയ്ഖ് ബിൻ ബാസിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്, അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. ആ ഷെയ്ഖ് ബിൻ ബാസാണ് പറഞ്ഞത്, കേരളത്തിലെ മുജാഹിദ് നേതാവ് ഉമർ മൗലവിയുടെ തൗഹീദാണ് മറ്റുള്ള ഗ്രൂപ്പുകൾ പറയുന്ന തൗഹീദിനേക്കാൾ കൃത്യമായിട്ടുള്ളത്, അതാണ് സത്യസന്ധമായ തൗഹീദ് എന്ന് പറയുന്ന ഈ ഷെയ്ഖ് ബിൻ ബാസിന്റെ അടുത്ത് സൽമാൻ രാജാവ് പോയി നിൽക്കുന്നു. അദ്ദേഹത്തെ ചീഫ് മുഫ്തിയായി കാണുന്നവരാണ് ഇവർ, കണ്ടവരാണ് ഇവർ. മനസ്സിലായില്ലേ? ഈ സൽമാൻ രാജാവിന് വേണ്ടിയിട്ടാണ് ഈ ഖലീൽ പോയിട്ട് ദ്വാരക്കണത്. മീനാ ടെന്റിൽ കണ്ടില്ല നിങ്ങള്? ഏതോ ഒരു ടെന്റിൽ, മീനാ ടെന്റ്, അറഫാ ടെന്റ്, അല്ലാഹു ആലം, ഏതായിരുന്നാലും അവർ ദുആ ചെയ്യുന്നു. അതൊക്കെ നല്ലതാണ്, അതിനൊന്നും നമ്മൾ കുഴപ്പം പറയില്ല. പക്ഷെ ഒരാൾ മുജാഹിദ് ആയതിന്റെ പേരിൽ അയാളുടെ വഴി തടയണം എന്നാ അവര് പറയുന്നത്. ആ മുജാഹിദിന്റെ ആദർശാണ് ഏറ്റവും നല്ല ആദർശം എന്ന് പറയുന്ന ആളുകളാണ് ഇവര്. മുജാഹിദ് ആയാലും അവനോട് സലാം പറയാൻ പാടില്ല. ഇപ്പൊ എനിക്കറിയാം, എന്റെ ചില ബന്ധുക്കള് ഈ AP-കാരന്റെ സമ്മർദ്ദം കാരണം 25 വർഷമായി എന്റെ വീട്ടിലേക്ക് വന്നിട്ട്. മനസ്സിലായോ? എന്താ അറിയോ, നമ്മള് മുജാഹിദായി എന്നുള്ളതിന്റെ പേരില്. മനസ്സിലായോ? ഈ ആശയം ഉണ്ടാക്കി കൊടുത്ത മനുഷ്യന്മാര് കാണിക്കണ നിങ്ങള്. ഇത് പറയാ, ഇവർക്ക് കടലിന്റെ അക്കരെ ഒരു ദീന്, ഇക്കരെ വേറൊരു ദീന്. എന്താ പറയുക, ജനങ്ങളെ പോക്കറ്റ് അടിക്കാൻ മാത്രമുള്ള മതമാണ് ഇവരെ കയ്യിലുള്ള മതം, വേറൊന്നുമല്ല. സൽമാൻ രാജാവിന് വേണ്ടിയിട്ടാ ദ്വേർക്കണ കണ്ടില്ല നിങ്ങൾ? ആ വീഡിയോ ഒന്ന് നോക്കി നിങ്ങള്. ആ സൽമാൻ രാജാവ് ആരെ കൂടെ ഉള്ള ആളാ, ആരാദർശം സ്വീകരിക്കുന്ന ആളാ നോക്കി നിങ്ങൾ. ഈ ഫോട്ടോ നോക്കി. ഷെയ്ഖ് ബിൻ ബാസിന്റെ. ഷെയ്ഖ് ബിൻ ബാസ് എന്താ പറഞ്ഞത്? വെളിയങ്കോട് ഉമർ മൗലവിന്റെ, കേരളത്തിലെ മൂത്ത മുജാഹിദ് നേതാവിന്റെ ആദർശമാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ആദർശം, ഏറ്റവും സത്യസന്ധമായ തൗഹീദ്. മനസ്സിലായില്ലേ? ഇവരെ തൗഹീദും പറഞ്ഞാല് അള്ളാഹ് കാക്കണേ എന്ന് പറയുന്നതിന്റെ ഒപ്പം അമർത്തങ്ങളെ കാക്കണേ എന്ന് പറയാ, അള്ളാഹ്ക്ക് നീർച്ചയാക്കണതിനൊപ്പം മോമാനുഷ്യോതാക്കന്മാർക്ക് നീർച്ചയാക്കുക. ഈ ജാതി പരിപാടിയായിട്ട് ചെന്ന മോത്തക്ക് കാർക്കിച്ച് തുപ്പും ഈ ഷെയ്ഖ് ബിൻ ബാസ്, ഈ സൽമാൻ രാജാവും ഒക്കെ. എന്നിട്ടപ്പൊ അവർക്ക് വേണ്ടി ദ്വേർക്കണുണ്ടെങ്കിൽ ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ജനം മനസ്സിലാക്കും. ഞങ്ങള് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നടക്കണ ലോകത്ത് നടക്കണ എല്ലാ ചലനങ്ങളും വിലയിരുത്തുന്നവരാ മനുഷ്യന്മാര്. ഓരോ ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് നമുക്കറിയാം. സമസ്തയുടെ ഓരോ നേതാക്കന്മാരും കാണിക്കുന്ന അഭ്യാസങ്ങൾ നന്നായി നമുക്കറിയാം. അതേപോലെ ഓരോ മഹലിലെയും കാരണവന്മാരെയും പൈസക്കാരെയും ഒക്കെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ട് പാവപ്പെട്ട മുജാഹിദീങ്ങൾ അങ്ങനെ കുത്തി തോൽപ്പിക്കാൻ ശ്രമിക്കണമെന്ന് നമുക്കറിയാം.
അങ്ങനെ എന്തൊക്കെയാണോ ഓരോ സ്ഥലങ്ങളിൽ നടക്കുക, അതൊക്കെ ഒരു സീസണിലേ നടക്കുള്ളൂ, പിന്നെ നടക്കൂല. മനസ്സിലായില്ലേ? ഓരോ സീസണില് ചില മുസ്ലിയാക്കന്മാർ എന്ത് ചെയ്യുന്നവരോ, ചില മുസ്ലിയാക്കന്മാരെ ബഹിഷ്കരിക്കാൻ പറയും. ചില മുസ്ലിയാക്കന്മാര് മുജാഹിദായി കഴിഞ്ഞാൽ അവരെ ബഹിഷ്കരിക്കാൻ ചില മുസ്ലിയാക്കന്മാർ രംഗത്ത് വരും. എന്നിട്ട് കുറെ നാൾ കഴിയുമ്പോ ഈ ബഹിഷ്കരിക്കാൻ മുന്നിൽ നിന്ന മൂല്യന്മാരിനെ ആ ബഹിഷ്കരിച്ച കാര്യങ്ങളൊക്കെ മറക്കും. പിന്നെ അവരെന്തെങ്കിലും കാര്യം വരുമ്പോ ഈ മുജാഹിദിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലും. അപ്പൊ അന്ന് ബഹിഷ്കരിച്ചതൊക്കെ മറക്കും. എന്നാൽ ഈ ബഹിഷ്കരിക്കപ്പെട്ട മുജാഹിദുകാരനുണ്ടല്ലോ, ഓൻ അതൊന്നും മറക്കൂല. ഓന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ടാകും. മനസ്സിലായില്ലേ? ഒരു മുജാഹിദ് പ്രവർത്തകനായി എന്നതിന്റെ അവനെതിരെ ഊരുവിലക്ക് നടത്താൻ ശ്രമിച്ചു നോക്കുക, അവനെ സ്വീപ്പാക്കാൻ ശ്രമിച്ചു നോക്കുക, അവൻ എവിടെങ്കിലും വല്ല പരിപാടി നടത്തണ്ടെങ്കിൽ അവിടെ കല്ലെറിയാൻ ആളെ വിടുക, അവന്റെ വീട്ടിലേക്ക് ആരെങ്കിലും പോകണുണ്ടെങ്കിൽ അവരെ തടഞ്ഞു വെക്കുക. ഇതൊക്കെ ചെയ്തിട്ട് കുറെ കഴിയുമ്പോ എന്ത് ചെയ്യുന്നവരോ, ഈ തടയാൻ മെനക്കെട്ട ആൾക്കാർ ഇതൊക്കെ മറക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യുന്നവരോ, ഈ മുജാഹിദ് ആയ ആളെ തന്നെ സമീപിക്കും. അയാളെടുത്ത് ചെല്ലും, ഇന്ന കാര്യങ്ങൾ ഇന്ന ആവശ്യങ്ങൾ ഉണ്ട്. അപ്പൊ ഈ തടയാൻ നേതൃത്വം നൽകിയ ആള് തന്നെ പിന്നെ മുജാഹിദുകളുമായിട്ട് ചില കാര്യങ്ങളിൽ സഹകരിക്കുന്ന കാണുമ്പോ അവര് അന്ന് തടഞ്ഞു വെച്ച ആളുകളുണ്ടല്ലോ, അവര് മൂക്കത്ത് വിരലെക്കും. അവർക്ക് തീരുമാനിക്കും മുജാഹിദ് ശരി തന്നെയാണ്, ഈ മോലയന്മാര് പച്ച നോണ പറഞ്ഞ് ഞങ്ങളെ ഫസാദാക്കിയിരുന്നു എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കറിയാം, കരുവാരകുണ്ട് ജുമാഅത്ത് പള്ളിയില് വെള്ളിയാഴ്ച ജുമാക്ക് കുരുമൂത്ത സുന്നിയാണ്, സമസ്തക്കാരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന പല ആളുകളെ അവിടെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോ മുമ്പത്തെ പോലെയല്ല. അതേപോലെ തൂര് ജുമാഅത്ത് പള്ളിയിൽ, മുജാഹിദ് പള്ളിയില് കണ്ടമാനം സമസ്തയുടെ പ്രവർത്തകർ അവിടെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഏപ്പിക്കാട് കാണാറുണ്ട്, പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. എന്താണെന്നറിയോ, ഈ മോലിയന്മാര് പറയുന്നത് പച്ച നുണയാണ്, കുതന്ത്രമാണ്, വഞ്ചനയാണ്, ദീനിൽ ഇല്ലാത്തതാണെന്ന് മനുഷ്യന്മാർക്ക് തിരിയുന്നുണ്ട്. അതുകൊണ്ടാ നമ്മൾ കൂടുതൽ വേല പറയേണ്ടി വരില്ല. ഈ മോലിയന്മാരെ പ്രവർത്തനത്തിൽ തന്നെ തിരിയും. നോക്കി നിങ്ങൾ സുഹൃത്തുക്കളെ, ചാലിയത്ത് ഒരു മനുഷ്യന്റെ വീട്ടിലുള്ള വഴി തടഞ്ഞിക്കാനേ. ആര്? ഈ ഖലീല് തങ്ങൾ എന്ന് പറയുന്ന ആള്. എന്താ പ്രശ്നം? അയാൾ മുജാഹിദായി, അതുകൊണ്ട് അയാളെ വീട്ടിൽ ഒരാൾക്ക് അപകടം ഉണ്ടായി, മരണം ഉണ്ടായാൽ ആ മയ്യത്ത് വാഹനത്തിൽ കൊണ്ടുപോയി ആംബുലൻസ് അയാളെ വീട്ടിൽ പോകാൻ പാടില്ല. അയാളെ വീട്ടിൽ ഒരാൾക്ക് അറ്റാക്കിന്റെ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല, അവിടെ അടച്ചു വെച്ചിക്ക അയാള്. പിന്നെന്ത് ചെയ്യണം? തോള് കയറ്റി കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ഇജാതി ക്രൂരത ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സ് നഷ്ടപ്പെട്ട ആൾക്കാര് വലിയ തങ്ങന്മാരാണ്, വലിയ ആനത്തലുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഇതൊക്കെ ജനം മനസ്സിലാക്കും വൈകാതെ. അസ്സലാമു അലൈക്കും.